അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യു അവറുകളാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. താൻ മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടുവെങ്കിലും അവിടെ നിന്ന് കർത്താവിനെ യഥാർത്ഥമായി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ അവസരങ്ങൾ ഉണ്ടായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ച് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഭവവും അനുഗ്രഹവും ആയിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിയോടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുകൊള്ളണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അവിടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യു ടി വി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മാത്യു ടി വി. ഞാൻ പെരുന്നാട്ടിൽ ആണ് താമസിക്കുന്നത്. റാന്നി പെരുന്നാടാണ് എൻ്റെ സ്വദേശം. ചർച്ച് ഓഫ് ഗോഡിൽ ഫുൾ ഗോസ്പൽ ചർച്ചിലെ പാസ്റ്ററാണ്. ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയിട്ട് വീട്ടിലാണ്. എന്നാൽ ജനറൽ മിനിസ്ട്രിയായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദിക്കാരുടെ ഒരു മീറ്റിംഗ് കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തനിയെ അവിടെ പോയി നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ കർത്താവിനെ അയക്കുന്ന ഇടങ്ങളിൽ ഞാൻ പോയി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ബാല്യകാലം ഞാൻ ജനിച്ചു വളർന്ന ദേശം റാന്നി പെരുന്നാട് എന്ന് പറയുന്ന ദേശം തന്നെയാണ്. എൻ്റെ പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ ഈ ദേശത്ത് ഞാൻ ജനിച്ചു വളർന്നു. അവർ ഇടയാറന്മുള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുടിയേറി പാർത്തവരാണ് പെരുന്നാട്ടിൽ. ആ നാളുകളിൽ ഇവിടെ റോഡോ വഴിയോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സ്ഥലത്ത് എൻ്റെ പിതാക്കന്മാർ വന്ന് പാർത്ത സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നു. മർത്തോമാ സഭയിലെ വിശ്വാസികളായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. ആ നാളുകളിൽ മാതാപിതാക്കൾ എന്നെ മാർത്തോമാ സഭയുടെ ഉപദേശ അനുസരണങ്ങൾ നടത്തുവാൻ തക്കവണ്ണം എന്നെ അധികം പ്രലോഭിപ്പിക്കുകയും അതിനുവേണ്ടി ഞാൻ പോവുകയും പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കുഞ്ഞുനാൾ മുതൽ മാർത്തോമാ സഭയിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതിനിടയായി. മാർത്തോമാ സഭയിലെ ഒരു ക്ലാസ്സിൽ 3 വർഷമാണ് പഠിക്കേണ്ടത്. ശിശു വകുപ്പ്, ബാലവകുപ്പ്, കുമാരവകുപ്പ്, മധ്യവകുപ്പ്, ജ്യേഷ്ഠ വകുപ്പ്, ഇങ്ങനെയുള്ള ജ്യേഷ്ഠ വകുപ്പ് വരെയുള്ള ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലും 3 വർഷം വെച്ച് പഠിച്ച് 15 വർഷം കൊണ്ട് ഞാൻ പഠിച്ച് അതിനുശേഷം സൺഡേ സ്കൂളിന്റെ അധ്യാപകനായി. മർത്തോമാ സഭയിൽ അതിനുശേഷം യുവജന സഖ്യത്തിന്റെ സെക്രട്ടറിയായി. ഇങ്ങനെ ആത്മീകമായി ഞാനായിരുന്ന സഭയിൽ വളരെ ശക്തമായി തന്നെ എന്നെ കഴിയുന്നത് പോലെ ഞാൻ ആത്മീകനാണെന്നുള്ള ധാരണയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. എന്നാൽ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും മറ്റുള്ള ക്രിസ്തീയ സമൂഹത്തെക്കാൾ ഏറ്റവും മാന്യവും ശ്രേഷ്ഠവുമായത് മർത്തോമാ സഭയായിരുന്നു. കാരണം ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഓർമ്മ ദിവസങ്ങൾ കൊണ്ടാടുന്നില്ല, മറ്റ് ഉത്സവങ്ങളും മറ്റുള്ള സഭകളെ പോലൊന്നും കൊണ്ടാടുന്നില്ല. അപ്പൊ തികച്ചും ആത്മീയമായി നിൽക്കുന്ന സഭ ഞാൻ നിലനിൽക്കുന്ന സഭ തന്നെ ആകുന്നു എന്ന് ഞാൻ കരുതുകയും അതിൽ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ജോലിക്ക് വേണ്ടി എൻ്റെ ഒരു കസിൻ എന്നെ ഭൂട്ടാനിൽ എൻ്റെ പിതാവ് പറഞ്ഞ അനുസരിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ഭൂട്ടാനിൽ ചെന്ന സമയങ്ങളിൽ അവിടെ നാട്ടിലെ പോലുള്ള ചർച്ചുകളോ ആരാധനാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അവിടെ ചർച്ചുകളില്ല, പാസ്റ്ററോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഇല്ലാത്ത ഒരു സ്ഥലം. ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രാർത്ഥനാ യോഗം നടക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാം. അങ്ങനെ ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഞാൻ ചെല്ലുവാനിടയായി. ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഒരു കൂട്ടമാണ്. ചെറുപ്പകാലം മുതലേ ഞാൻ അധികം വെറുക്കുകയും ക്രിറ്റിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു. ഈ പെന്തക്കോസ്തുകാരെ മനസ്സായി ഇഷ്ടമല്ല. കാരണം ഏറ്റവും നല്ല സഭ മർത്തോമാ സഭയാണെന്ന് കരുതി വെച്ചിരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടത്തിൽ പോകുന്ന എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. എന്നാൽ ആ ദേശത്ത് മറ്റ് ആത്മീയമായ ഒരു കൂട്ടായ്മ ഇല്ലാതിരുന്നത് കൊണ്ട് മറ്റു യാതൊരു വഴിയും ഇല്ലാതുകൊണ്ട് ആ സ്ഥലത്ത് പോകുവാനും ആ കൂട്ടായ്മയിൽ ഇങ്ങനെ തുടർമാനമായിട്ട് പോകുവാനിടയായി തീർന്നു. ആ നാളുകളിൽ തോമസ് മാത്യു സി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, തമ്പി ശങ്കരമംഗൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം അവിടെ ജോലിയുടെ ബന്ധത്തിൽ കടന്നു വന്നാണ്. ഒരു ഹൈഡൽ പ്രൊജക്റ്റിലെ ജോലിക്കാരായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഈ ദൈവദാസൻ അവിടുത്തെ ജോലി കയറേണ്ടി വന്നതാണ്. അദ്ദേഹം ആ സമയങ്ങളിൽ പ്രാർത്ഥന നടത്തുന്ന ആളുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന നാൾ മുതൽ അവിടെ പ്രാർത്ഥനായോഗങ്ങൾ നടക്കുകയും
അദ്ദേഹത്തിന് ഒരു ബൈബിൾ ക്ലാസ്സിലൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. തുടർമാനമായുള്ള ബൈബിൾ ക്ലാസ്സിലൊക്കെ ഞാൻ സംബന്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നിന്നിരുന്നതായ ആ സഭാ ചട്ടക്കൂട്ടിൽ നിന്ന് വ്യത്യസ്തമായ പഠിപ്പീരുകളും ഉപദേശങ്ങളും ഒക്കെ അത് ഉൾക്കൊള്ളുന്നെന്നും പ്രത്യേകിച്ചും സ്നാനപ്പെടുന്ന വിഷയങ്ങളൊക്കെ വളരെയധികം ശക്തമായി അദ്ദേഹം പഠിപ്പിക്കുകയും അത് ഏറ്റവും ബൈബിൾ സംബന്ധമായ സ്നാനം, മുഴുകൽ സ്നാനം, വിശ്വാസ സ്നാനമാണ് ഏറ്റവും ദൈവം അനുശാസിക്കുന്ന സ്നാനം എന്നൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പെന്തക്കോസ്തനായി മാറുമല്ലോ എന്നുള്ള ധാരണ എന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പെന്തക്കോസ്ത് സഭയിൽ പോകുവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നതുകൊണ്ടും സ്നാനപ്പെടുന്നതിനോട് ഞാൻ അധികം താല്പര്യം കാണിച്ചില്ല. എന്നാൽ ആ നാളുകളിൽ ഞാൻ അധികം വചനം പഠിക്കുകയും അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഞാൻ വചനം വായിച്ചപ്പോൾ ഒരു വാക്യം എനിക്ക് പെട്ടെന്ന് എന്നെ അധികമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ വാക്യം ഇതാണ്: കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന സമയത്ത് പത്രോസ് ശിഷ്യനായിരുന്ന അദ്ദേഹം, നീ എന്റെ ഗുരുവാണ്, എന്റെ കാൽ കഴുകുവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ കാൽ കഴുകാൻ ഞാൻ എനിക്ക് നിനക്ക് തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എന്ന് എന്റെ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞ ആ വാക്യം എന്നെ ഒത്തിരി അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് എന്റെ ഹൃദയത്തിൽ കൊണ്ടു. അപ്പോ കാല് കഴുകുന്ന ഒരു വിഷയം വന്നപ്പോൾ പത്രോസുമായിട്ട് യേശുവിന് ബന്ധമില്ല എന്ന് പറയുവാൻ കഴിഞ്ഞെങ്കിൽ വിശ്വാസ സ്നാനം ഏൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറി എന്നാൽ എന്നോടും ദൈവം ഇങ്ങനെ പറയുമല്ലോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ചിന്ത വളരെ ശക്തമായി എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മനുഷ്യർ പറയുന്ന ചിന്ത ഒന്നും എൻ്റെ മനസ്സില്ലാതെയായി. ഈ ദൈവവചന ഉള്ളത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവവചനായി ജീവിക്കണം, ഞാനൊരു ഭക്തനാണല്ലോ, അപ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കണം താല്പര്യപ്പെട്ടിട്ട് ഞാൻ സ്നാനപ്പെടുവാൻ ഞാൻ സ്വയം തീരുമാനമെടുത്തു. ആരും പറയാതെ തന്നെ സ്വയം തീരുമാനമെടുത്തു. പിന്നെ അടുത്ത ഞായറാഴ്ച ചർച്ചിൽ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ സ്നാനപ്പെടണം. അപ്പോൾ ഭൂട്ടാനിൽ സ്നാനപ്പെടുന്നതിനുള്ള സൗകര്യമില്ല, സ്നാനപ്പെടുത്താൻ ആളില്ല. ഇദ്ദേഹം ചർച്ച് ബോർഡിന്റെ എക്സോട്ട് പദവി ക്രെഡൻഷ്യൽ ഉള്ള ആളാണ്. അദ്ദേഹം സ്നാനപ്പെടുത്തുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ സ്നാനപ്പെടുത്തുന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഭൂട്ടാനിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ ഇന്ത്യയുടെ ഭാഗത്ത് വെസ്റ്റ് ബംഗാളിൽ ജയഗോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം, വെസ്റ്റ് ബംഗാളിൽ ജൽപൈഗുഡി ഡിസ്ട്രിക്റ്റിൽ ജയഗോൺ ഭൂട്ടാന്റെ ബോർഡറാണ്. ഭൂട്ടാൻ ബോർഡറിൽ പുൻഷോലിംഗ് എന്ന് പറയും. അതിന്റെ ഭൂട്ടാന്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ജയഗോൺ, അത് ബംഗാളാണ്. അവിടെ ഇമ്മാനുവൽ പെന്തക്കോസ്റ്റൽ ചർച്ചസ് എന്ന് പറയുന്ന ചർച്ചും അവിടെ ദൈവദാസന്മാർ ഒരു ബുക്ക് സ്റ്റോളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ആ ദൈവദാസന്മാരെ അവിടെ ചെന്ന് ബന്ധപ്പെട്ടു. അവർക്ക് വളരെ താല്പര്യമായി. അങ്ങനെ ആ ചർച്ചിൽ പോയി അവിടെ സ്നാനപ്പെടുവാൻ തക്കണം ഇവിടെയായി. 1978 ഡിസംബർ മാസം 24-ാം തീയതി വൈകിട്ട് യോഗത്തിന് അവിടെ സംബന്ധിച്ചു. 25-ാം തീയതി രാവിലെ എന്നെ അവിടെ ഒരു നദിയിൽ കൊണ്ടുപോയി ആ ദൈവദാസന്മാർ സ്നാനപ്പെടുത്താൻ കടന്നു വന്നു. പാസ്റ്റർ KT ഉമ്മൻ എന്ന് പറയുന്ന ദേവദാസൻ, ഇപ്പോൾ അദ്ദേഹം കർത്തസേനയിൽ വിശ്രമിക്കുന്നു, അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം എന്നെ അവിടെ വെള്ളത്തിൽ മുഴുകി സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. മുങ്ങി സ്നാനപ്പെട്ടു. അന്നേ ദിവസം എന്നോടൊപ്പം ഭൂട്ടാന്റെ മറ്റു ഭാഗങ്ങൾ ഉണ്ടായിരുന്നതും ആ ദേശത്തുണ്ടായിരുന്നതുമായ 25 സഹോദരന്മാർ അന്ന് സ്നാനപ്പെടുവാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു, പെന്തക്കോസ്ത് വിശ്വാസിയായി മാറി. സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ ഉള്ളത്തിൽ അതിഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചു ദൈവവചനമായി മാറി എന്നുള്ള ആ സന്തോഷത്തിന്റെ ആധിക്യം പറഞ്ഞാൽ ഒന്നും ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള വലിയ സന്തോഷം എൻ്റെ ഉള്ളത്തിലുണ്ടായി. ഭയങ്കര സന്തോഷം. ഈ സന്തോഷം മറ്റ് ഈ ലോകത്തിൽ കിട്ടുന്ന ധനത്തെക്കാട്ടിലും മാനത്തെക്കാട്ടിലും ഒക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെ കാണുന്ന മനുഷ്യരുടെ എല്ലാം സുവിശേഷം പറയാൻ തുടങ്ങി. കാണുന്ന മനുഷ്യരുടെ എല്ലാം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ സഭയിൽ വന്ന് ഞാൻ വളരെ ശക്തമായി ആ നാളിൽ ദൈവവചന ശുശ്രൂഷ, കാരണം എനിക്ക് മർത്തോമാ സഭയിലായിരുന്ന സമയങ്ങളിൽ വചനം പഠിക്കുവാനും സാക്ഷ്യം പറയാനും ഒക്കെ സമയം ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ആ സമയങ്ങളിൽ കൺവെൻഷൻ നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനം ഞാൻ നിൽക്കുമായിരുന്നു. കൺവെൻഷൻ പ്രസംഗിക്കാൻ ദൈവദാസന്മാർ രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്തുമ്പോൾ ഞാൻ കൈ ഉയർത്തുമായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം കൈ ഉയർത്തുമ്പോൾ രക്ഷിക്കപ്പെടും എന്നുള്ള ചിന്തയായിരുന്നു. പല കൺവെൻഷനും കൈ ഉയർത്തിയിട്ടും ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എന്നുള്ളത് പിന്നീട് വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ സത്യമായ വചനം അനുഷ്ഠിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുവരെയും ജീവിതത്തിൽ ഇല്ലാത്തതായ അനുഭവിച്ചുള്ള വലിയ സന്തോഷം ഉള്ളത്തിൽ ഉണ്ടാകുകയും കാണുന്ന എല്ലാ മനുഷ്യരോടും ഭൂട്ടാനിൽ അങ്ങനെ സ്വാതന്ത്ര്യമില്ല വചനം പറയാനൊന്നും. ആ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ സ്നേഹന്മാരോടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം സുവിശേഷം പറയാൻ ഇടയായി. ഞങ്ങൾ ശക്തമായ ഒരു കൂട്ടം അവിടെ അന്ന് വീടുകളിലാണ് പ്രാർത്ഥന കൂടി വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ കൂടി വരുമായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനാ യോഗമുണ്ട്. ജോലി കഴിഞ്ഞ് 4:30 ആകുമ്പോൾ ഓഫീസിൽ നിന്ന് വരും. അതവിടെ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു പ്രൊജക്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ക്ലർക്കാണ്. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ ജോലി എല്ലാം കഴിയും. പിന്നെ 5 മണി 6 മണി ആകുമ്പോഴത്തേന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ
എല്ലാം കുളിച്ച് റെഡിയായി പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും യോഗമുണ്ട്, എല്ലാ സഹോദരന്മാരും ഒന്നിച്ചു വരും, അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ നാളിൽ ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയും അന്യഭാഷ പറയുകയും, അന്യഭാഷ ഒരാൾ പറയും, മറ്റൊരാൾ വ്യാഖ്യാനിക്കുകയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന്റെ വചനം പറയുകയും അത് വ്യാഖ്യാനിക്കുകയും പ്രവചനം ദൂതും വരങ്ങളൊക്കെ ലഭിക്കാനിടയായി. അങ്ങനെ വളരെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നാളുകളിൽ ഞങ്ങളെ വിഭജിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ആ നാളുകളിൽ ഞാനാണ് എൻ്റെ ഭവനത്തിൽ ഏറ്റവും മൂത്തയാള്. എൻ്റെ ഇളയ 2 സഹോദരങ്ങളുണ്ട്. അവരും കൂടി ഇളയ ആൾ അവിടെ വന്ന്, എൻ്റെ നേരെ ഇളയ ആള് അവിടെ വന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങി. അദ്ദേഹവും ഈ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസിയായി മാറി അവിടെ കൂട്ടാളിൽ തന്നെ സ്ഥാനപ്പെടുവാനിടയായി. അതിനുശേഷം എൻ്റെ ഇളയ സഹോദരൻ, ഇപ്പോൾ അദ്ദേഹം ചർച്ച ബോർഡ് ഒരു പാസ്റ്ററാണ്, ജോസ് വർഗീസ്. ഇദ്ദേഹം യോഗത്തിന് വന്നപ്പോൾ ഒരു മൂലയ്ക്ക് വന്നിരിക്കത്തേ ഉള്ളൂ, ഒന്നും കൈകൊട്ടത്തില്ല, പാടത്തില്ല. എല്ലാവരും ആത്മാവ് നിറഞ്ഞ അന്യഭാഷ ദൈവത്തെ തുള്ളിച്ചാടുന്ന ഒരു ആരാധന യോഗത്തിൽ ഇദ്ദേഹം വന്ന് ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോ ഏകദേശം 1 മാസത്തോളം ഇങ്ങനെ ഇരുന്നു. ഒരു ദിവസം ഞായറാഴ്ച യോഗത്തിന് എല്ലാവരും ആത്മാവിൽ ആരാധിച്ച് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ, ആത്മാവിൽ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, എൻ്റെ സഹോദരനായിരിക്കുന്ന ജോസ് വർഗീസ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇത്ര നാളും യോഗത്തിന് മിണ്ടാതിരുന്നയാള് ഇങ്ങനെ സ്തുതിച്ച് പ്രാടി ആരാധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒടുവിൽ യോഗത്തിന്റെ സമയം, സാക്ഷ്യം പറഞ്ഞ സമയം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്ര നാൾ ഇവിടെ വന്നിരുന്നത് പെന്തക്കോസ്തുകാരനായി ജീവിക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടും എൻ്റെ പിതാവ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റി വിടുന്ന സമയത്ത് എന്നോട് കാര്യം പറഞ്ഞു. എൻ്റെ ചേട്ടന്മാർ 2 പേരും ഇവിടെ, അവരെല്ലാം മർത്തോമ സഭയിലാ നിന്നോണ്ടിരുന്നവരല്ല, പെന്തക്കോസിൽ പോയി. ഇപ്പൊ എൻ്റെ കൂടെ ചർച്ചിൽ വരാൻ, പള്ളിയിൽ വരാൻ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. എൻ്റെ കൂടെ നിന്നാൽ എൻ്റെ സമ്പത്ത് അവർക്ക് കൊടുക്കാതെ മുഴുവൻ നിനക്ക് തരും എന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാണ് എൻ്റെ പിതാവ് എൻ്റെ ഏറ്റവും ഇളയ സഹോദരനെ ട്രെയിൻ കയറ്റി വിട്ടത്. അപ്പൊ ഇത് അദ്ദേഹത്തിന് മനസ്സിലിരുന്നു. അന്ന് ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ സാക്ഷ്യം പറഞ്ഞു. ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ മനസ്സിലായി, എനിക്ക് അപ്പന്റെ സ്വത്തിനേക്കാൾ ഏറ്റവും വലിയ ദൈവത്തിന്റെ ആത്മാവിന് നിറവ് വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. അദ്ദേഹവും താമസിയാതെ തന്നെ ഞാൻ സ്ഥാനപ്പെട്ട സ്ഥലത്ത് പോയി അവിടെ സ്ഥാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലുള്ള 3 പേരും വിശ്വാസികളായി മാറി. എൻ്റെ ഏറ്റവും ഇളയ 3 പേരുടെ ഇളയ ഒരു പെങ്ങളുണ്ട്. അവൾക്കും പ്രാർത്ഥനയ്ക്കൊക്കെ വരണം താല്പര്യമുണ്ടെങ്കിലും അവരെ ഞങ്ങളുടെ പിതാവ് സമ്മതിക്കരുത്. പിതാവ് ഭവനത്തിൽ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ അവധിക്ക് വരുന്ന സമയങ്ങളിൽ വീട്ടിൽ യോഗം വെക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം ഒരു ദിവസം ഞാൻ അവധിക്ക് വരുമ്പോൾ എനിക്ക് ചർച്ചിൽ പോയതിനു ശേഷം ഞാൻ വീട്ടിൽ യോഗം വെക്കണം, ചർച്ചകളോട് പറയും. ചർച്ചുകാർ വീട്ടിൽ യോഗത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ എൻ്റെ പിതാവ് പറയും, എൻ്റെ വീടാണ്, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് എൻ്റെ ഭവനത്തിൽ ഇങ്ങനെയുള്ള പെന്തക്കോസ്തുകാരെ കൂട്ടാൻ സമ്മതിക്കത്തില്ല, അവിടെ പ്രാർത്ഥന നടത്തുവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളായിരിക്കെ എനിക്കും ഈ സ്വത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടി നടക്കുന്ന കൂട്ടം ഞാൻ പാർക്കുന്ന ഭവനത്തിലല്ലാതെ പിന്നെ എവിടെയാണ് അവർ വരേണ്ടത്? എനിക്ക് ഭവനത്തിൽ അങ്ങനെ സൗകര്യം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ വസ്തുവിന്റെ മൂലയ്ക്ക് അതിന്റെ ഏറ്റവും ഒടുവിലായി ഒരു വരിക്കപ്പിള വലിയൊരു മരം നിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ആ മരത്തിന് ചുവട്ടിലാണെങ്കിലും ഞങ്ങൾ പാടി ആരാധിക്കും എന്ന് പറഞ്ഞു. ശാഠ്യം പിടിച്ചു എൻ്റെ പിതാവിനോട്. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു, ഇനി വരിക്കപ്പിലാവിന്റെ ചുവട്ടിലൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോ, വീട്ടിൽ എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. അന്ന് വിതയ്ക്കപ്പെട്ട വിത്തുകൾ ഒന്ന് നഷ്ടപ്പെട്ടു പോകാം. എന്റെ ഭവനത്തിൽ ക്രിയ ചെയ്യുവാനിടയായി. എന്റെ മാതാവ് രക്ഷിക്കപ്പെട്ടു വന്നു. എൻ്റെ പിതാവ് ആ സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എൻ്റെ പെങ്ങൾ ഒരു ദിവസം ആറ്റിൽ കുളിക്കാൻ പോയ സമയത്ത് മുങ്ങി മരിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് അത്ഭുതമായി ദൈവം രക്ഷിച്ചു. ഈ സാക്ഷ്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ, ഞങ്ങളെല്ലാം നാട് വിട്ട് മറ്റു നാട്ടിൽ പോയാണ് സ്ഥാനപ്പെട്ടതെങ്കിൽ എൻ്റെ പെങ്ങൾ അവൾ ഏത് കടവിൽ മുങ്ങിച്ചാകാൻ തുടങ്ങി ആ പെരുന്നാട്ടിലുള്ള ആ കടവിൽ തന്നെ അവൾ സ്ഥാനപ്പെടുവാനിടയായി. അങ്ങനെ അത്ഭുതമായി ഞങ്ങളുടെ ഭവനത്തിന്റെ പിതാവ് ഒഴികെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ദൈവസ്ഥനിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. അന്ന് ഞങ്ങളൊരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച മക്കളാണ്. ഞങ്ങൾക്ക് വലിയ സ്വത്തും ഒന്നുമില്ല. എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എന്നാൽ കർത്താവ് അന്നു മുതൽ ഞങ്ങളെ പല വിധത്തിൽ അനുഗ്രഹത്തിന്റെ മാരി ഞങ്ങളുടെ മേൽ ചൊരിയാനിടയായി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പിന്നെ വിവാഹത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പെന്തക്കോസ്തിൽ ഒരു വിവാഹം നടത്തുവാൻ ഒട്ടും താല്പര്യമില്ലാതെ ഇങ്ങനെ വിവാഹാലോചന കടന്നു വരികയോ പോവുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വിശ്വാസിയായ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, എനിക്ക് മാർത്തോമാ സഭയിൽ നിന്ന് വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട് എൻ്റെ പിതാവ് അതിനുവേണ്ടി സമ്മതിക്കാതിരുന്നതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാതെ മടങ്ങിപ്പോയി. പിന്നെ അടുത്ത പ്രാവശ്യം വന്നു.
അപ്പോഴും വിവാഹാലോചനയൊക്കെ വരുമ്പോൾ പിതാവ് മർത്തോമാ സഭയിൽ നിന്ന് മാത്രമാണെങ്കിൽ അദ്ദേഹം വരത്തുള്ളൂ. അങ്ങനെ പോയ സമയത്ത് എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു പിതാവിന്റെ ഉപ്പാപ്പന്റെ ഒരു മകളും മരുമകനും ഒക്കെ വിശ്വാസത്തിൽ ഷാരോൺ ചർച്ചിൽ കൂടി നടക്കുന്ന ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, അത്തിക്കതിനടുത്തുള്ള സ്ഥലം. അവര് വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ മോനെ, നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ ഞങ്ങൾ വരാം. അവർക്ക് പരിചയമുള്ള, അദ്ദേഹം സ്കൂളിലെ ടീച്ചറായിരുന്നു, രണ്ടുപേരും, ഭാര്യയും ഭർത്താവും. അവർക്ക് പരിചയമുള്ള ഒരു സാറുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അവരുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞറിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് റാന്നിയിൽ നെല്ലിക്കമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ച് അവിടെ ചെന്ന് പെണ്ണിനെ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. വിവാഹ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്തോ, പുള്ളിക്കാരന്റെ സഹകരണം ഒന്നും ലഭിക്കത്തില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ എന്തായാലും എൻ്റെ കസിൻസും പിന്നെ മറ്റ് അമ്മച്ചന്മാരും എല്ലാവരും കൂടി വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. 1983 ഫെബ്രുവരി മാസം 7-ാം തീയതി വിവാഹം ഉറച്ചു. 14-ാം തീയതി വിവാഹം നടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം, വിവാഹത്തിന്റെ കല്യാണം ഉറച്ചതിന് ശേഷം എൻ്റെ ഭാര്യയായിരിക്കുന്ന സഹോദരി അവരുടെ ചർച്ചിൽ നെല്ലിക്കമൺ IPC സഭയിലെ മെമ്പറാണ്. പോകാൻ തുടങ്ങുമ്പോൾ പോയി പകുതി വഴിയായപ്പോൾ ഒരാൾ വന്നിട്ട് എതിരെ വന്നിട്ട് പരിചയമുള്ള ഒരു വ്യക്തി പറഞ്ഞു, നിന്റെ കല്യാണമൊക്കെ ഉറച്ചല്ലോ, എവിടെയാ, എന്തൊക്കെയാ? അപ്പോൾ ഇന്നടത്ത് ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം മാക്സിമം ആ കല്യാണം തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു. പറഞ്ഞു, അവന് ജോലിയൊന്നുമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ലാത്ത വീട്ടിൽ എന്തിനാ അങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളോട് വളരെ മോശമായ രീതിയിൽ ഞങ്ങളെ കുറിച്ച് ചിത്രീകരിച്ച് ഇവള് തിരിച്ച് പള്ളിയിൽ പോകാതെ, ചർച്ചിൽ പോകാതെ തിരിച്ച് വീട്ടിൽ വന്ന് കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതുപോലെയാണ്, അതുകൊണ്ട് ഈ കല്യാണം വേണ്ട, ഞാൻ ചർച്ചിൽ പോകുന്നില്ല എന്ന് അപ്പോൾ തന്നെ എൻ്റെ ഒരു മൂത്ത അടിയൻ കാൺപൂരിൽ ജോലി ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ ഭൂട്ടാനിലുള്ള ഒരു ജോലി ചെയ്തിരുന്ന ഒരു ക്ലാസ് 4 സ്റ്റാഫാണ്. അദ്ദേഹം വിവാഹം ചെയ്ത് കാൺപൂരിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെയാണ്. ആ നേഴ്സ് ഭൂട്ടാനിൽ വന്നപ്പോൾ അവൾക്ക് അവിടെ ഇഷ്ടമല്ലായിരുന്നു. ഒത്തിരി ഹില്ലി പ്ലേസ് ആണ്, ഫോറസ്റ്റ് ഏരിയ ആണ്, സ്നോഫോൾ ഉള്ള സ്ഥലമാണ്, വലിയ പട്ടണങ്ങളൊന്നുമില്ല. അപ്പൊ അവൾക്ക് അവിടെ ഇഷ്ടപ്പെടാതെ തിരിച്ചു മടങ്ങിപ്പോയി. അപ്പൊ എനിക്ക് ആലോചന ഭൂട്ടാനിൽ ജോലി ചെയ്യുന്ന ചെറുക്കനാണെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കാൺപൂരിൽ ജോലി ചെയ്യുന്ന ആൾ ഈ അളിയനോട് പറഞ്ഞു അവിടെ വിടരുത്, നല്ല സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞു. അളിയൻ ഉടനെ ടെലഗ്രാം അടിച്ചു, നാട്ടിലോട്ട് ഈ കല്യാണം നടത്താൻ പാടില്ല, ക്യാൻസൽ ചെയ്യണം ടെലഗ്രാം വന്നു. അപ്പോൾ ഏത് തരത്തിലും കല്യാണം മുടക്കി കളയുക, എന്തൊക്കെ എന്തെല്ലാം ചെയ്യാമോ അവിടെ ഭവനത്തിൽ ഇങ്ങനെ വലിയ ഫോഴ്സ്, വളരെയധികം പ്രശ്നങ്ങൾ കടന്നുപോയി. അപ്പോൾ എൻ്റെ അമ്മായിമ്മ ഇപ്പോൾ അവരിവിടെ ഇല്ല, അവർ കർത്താവിൽ ചേർക്കപ്പെട്ടു. എൻ്റെ അമ്മായിമ്മ ഒരു കാര്യം പറഞ്ഞു, മോളെ, അവനൊന്നുമില്ലാത്തവനാണെങ്കിലും ജോലി ഇല്ലെങ്കിലും പച്ചവെള്ളം മാത്രമേ കുടിക്കാനുള്ളെങ്കിലും അവൻ പ്രാർത്ഥിച്ച് കുടിക്കുന്ന ചെറുക്കനാ, നമുക്ക് അവനെ മാത്രം മതി എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. ഭവനത്തിലുള്ളവരെ, എൻ്റെ ഭാര്യ സഹോദരിയൊക്കെ അങ്ങനെ ധൈര്യപ്പെടുത്തി. ചുരുക്കം പറഞ്ഞാൽ എല്ലാ പ്രതികൂലത്തിന്റെയും മധ്യത്തിൽ നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ വിവാഹം നടന്നു. അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി. ഇങ്ങനെ വലിയ പ്രതികൂലങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും പിശാച് എത്രമാത്രം നമ്മെ തകർക്കാമോ അത്രമാത്രം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുവാൻ തക്കണം വലിയ തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിൽ തന്നെയും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചതിന്റെ കാരണമായി ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിച്ച അന്ന് മുതൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിപ്പാൻ കണ്ടിടയായി. കർത്താവ് ഞങ്ങൾക്ക് 3 മക്കളെ തന്നു. മൂത്തത് മകനാണ്. അവനിപ്പോൾ ചർച്ച് ഓഫ് ഗോഡിലെ ദുബായ് ചർച്ച് ഓഫ് ഗോഡിൽ പാസ്റ്റർ ആയിട്ടിരിക്കുന്നു. പാസ്റ്റർ ബോബി എസ് മാത്യു. അദ്ദേഹത്തിന് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കാനിടയായി. കുടുംബമായി അവിടെ പാർത്തു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ അവിടെ കത്താരവേലയിലായിരിക്കുന്നു. അതിനുശേഷം 2 പെൺമക്കളാണ്. ഒരാൾ ബാംഗ്ലൂർ, അവളെ M.Pharm കഴിഞ്ഞതിന് ശേഷം അവിടെ ജോലിക്ക് കയറി. അവൾ വിവാഹം ചെയ്തു. അവളും ചർച്ച് ഓഫ് ഗോഡിൽ കുമ്പഴ എന്ന സ്ഥലത്തു നിന്നാണ് വിവാഹം ചെയ്തത്. അവർക്കൊരു കുഞ്ഞുണ്ട്. ഇളയ മകൾ ഇപ്പോൾ സൈപ്രസിലാണ്. അവൾ വിവാഹം ചെയ്തത് വെച്ചുച്ചിറ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു സഹോദരനെയാണ്. അങ്ങനെ അവരും കുടുംബം അവിടെ പാർക്കുന്നു. അവർക്കും ഒരു മകനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിൽ കടന്നു വരുവാൻ ഇടയായി. അത് മാത്രമല്ല, എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും കർത്തൃവേലയിലായിരിക്കുന്ന ഇടങ്ങളിൽ അവർ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഭൂട്ടാനിൽ ഏകദേശം 18 വർഷക്കാലം ഞാൻ അവിടെ ആദ്യം ക്ലർക്കായി കയറി. അതിനുശേഷം അപ്പർ ഡിവിഷൻ ക്ലർക്കായി. അങ്ങനെ പ്രൊമോഷനൊക്കെ ലഭിച്ചു. അതിനുശേഷം എനിക്ക് സൗദി അറേബ്യയിൽ പോകുവാൻ തക്കണം ഒരു വഴി തുറന്നു വരുവാനിടയായി. അങ്ങനെ സൗദി അറേബ്യയിൽ ഞാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. പോയ സമയത്ത് കുടുംബത്തെ എല്ലാം ഭൂട്ടാനിൽ അന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് താമസിച്ചു. അവിടെ എനിക്ക് താമസിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ കമ്പനിക്കാർ തരുമായിരുന്നു. ഫർണിഷ്ഡ് അക്കോമഡേഷൻ, ക്ലാസ് 3 സ്റ്റാഫിനുള്ള എല്ലാ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും
കുഞ്ഞുങ്ങളെ അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലും സ്കൂളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ സൗകര്യമായിട്ട് പാർത്തിരുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് സൗദി അറേബ്യയിൽ ജോലി ശരിയായി. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കുടുംബത്തെ മുഴുവൻ നാട്ടിലാക്കി. നാട്ടിൽ അന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. സ്വന്തമായിട്ടുള്ള വീട് വിറ്റിട്ടാണ് ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണമൊക്കെ നടത്തി. പെങ്ങളെ പത്തനംതിട്ടയിൽ പുത്തൻപീടിക എന്ന സ്ഥലത്ത് ഒരു TPM വിശ്വാസികളായിരിക്കുന്ന കൂട്ടത്തിലാണെന്ന് അവരെ ചേർത്തത്, അവർ വിവാഹം ചെയ്തത്. ഇപ്പോൾ അത് CPM ചർച്ചായി മാറി. അങ്ങനെ അവരും വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ സൗദി അറേബ്യയിൽ, അപ്പൊ എനിക്ക് സ്വന്തം വീടില്ലാതുകൊണ്ട് അനുജൻ ഒരു ഭവനം വാങ്ങി ആ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ കടന്നു പോകാനിടയായി. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ അവിടെയും ഭൂട്ടാനിലെ പോലെ തന്നെ സഭകളില്ല, ചർച്ചുകളില്ല, പാസ്റ്റർമാരില്ല. അങ്ങനെ ഒരു ആ ദേശത്താണ് കടന്നു വരിടയായിത്തീരുന്നത്. അവിടെ ചെന്നതിന് ശേഷവും അതുപോലെ ആത്മീയ കൂട്ടായ്മയിൽ എനിക്ക് പങ്കുള്ളയിടയായി. അവിടുത്തെ കൂട്ടായ്മ വ്യാഴാഴ്ച രാത്രിയിലാണ് അവിടുത്തെ സഭായോഗം. വെള്ളിയാഴ്ച പൊതു അവധിയാണ്. അപ്പൊ എല്ലാവരുടെ സൗകര്യാർത്ഥം വ്യാഴാഴ്ച വൈകിട്ട് മീറ്റിംഗ് വെച്ചു. വെള്ളിയാഴ്ച അപ്പം എനിക്ക് ഫ്രീ ആണ്. അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫിലിപ്പിനോ സഹോദരൻ, ഫിലിപ്പൈൻസിൽ നിന്ന് വന്ന 2 സഹോദരന്മാരുണ്ട്. അവന്മാര് വിശ്വാസികളാണ്. അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ, വെറുതെ അല്ല, അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ വരിക എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥന നടക്കുക. അപ്പൊ അവിടെ വേറെ 2 പാകിസ്ഥാനിലുള്ള സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നതിന് ശേഷം അവിടെ ഫിലിപ്പിനോയിൽ കൂടുതൽ പാകിസ്ഥാനിൽ നിന്നുള്ള സഹോദരന്മാരൊക്കെ കൂടുവാനിടയായി, ഹിന്ദി സംസാരിക്കുന്നവർ. അങ്ങനെ അവർ കൂടി വന്നപ്പോൾ ഈ ഫിലിപ്പിനോ ആയിരുന്ന ഒരു പാസ്റ്റർ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാത്യു ഒരു കാര്യം ചെയ്യും, നീ ഇവര് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഈ ട്രാൻസ്ലേഷനൊക്കെ സമയം കൂടുതൽ പോകുന്നത് കൊണ്ട് നീ ഇവരെ മാറ്റി വേറൊരു ചർച്ച മാറി ആരംഭിക്കാൻ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ ഹിന്ദിക്കാരുടെ ഒരു മീറ്റിംഗ് സൗദി അറേബ്യയിൽ ആരംഭിക്കാനിടയായി. അവിടെ കൂടുതലും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്, പാകിസ്ഥാൻ വിശ്വാസികൾ. അങ്ങനെ ഞങ്ങളെ കൂട്ടം തുടങ്ങിയ സമയത്ത് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ, 10-20 പേരുണ്ടായിരുന്നു. പിന്നീട് ബോംബെയിൽ നിന്നും പഞ്ചാബിൽ നിന്നും മറ്റ് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ നിന്നുള്ളതായ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെ വരുവാനിടയായി. ഇവർ വന്നപ്പോൾ ആ പ്രാർത്ഥനയിൽ ഉറുദു ഭാഷയിൽ നടക്കും. ഞാൻ ഭൂട്ടാനിലായിരുന്ന സമയങ്ങളിൽ നേപ്പാളി ഭാഷയിലും ബംഗാളി ഭാഷയിലും ഒക്കെ സംസാരിപ്പാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അവൻ ഈ ഭാഷയിലൊക്കെ എനിക്ക് വചനം സൃഷ്ടിപ്പാൻ ദൈവം കൃപ തന്നു. അപ്പോ ഇവിടെ വന്നപ്പോൾ ഉറുദു ഭാഷയിൽ പിന്നെ സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ ഹിന്ദിയും ഉറുദുവും മിക്സ് ചെയ്ത് ഞാൻ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അവിടെ വിശ്വാസികൾ ഒത്തിരി പേര് പിന്നെ കടന്നു വരാൻ തുടങ്ങി. പല ഭാഷക്കാർ കടന്നു വരാൻ തുടങ്ങി. ബോംബെയിൽ നിന്നുള്ളവർ, മറാഠികൾ, ഗുജറാത്തികൾ, കർണാടകയിൽ നിന്നുള്ളവർ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങളും പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെല്ലാം രക്ഷിക്കപ്പെടുവാനും സൗദി അറേബ്യയിൽ തന്നെ അവരൊക്കെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ ഞാൻ ഭൂട്ടാനിലായിരുന്ന സമയങ്ങളിൽ ഇമ്മാനുവൽ പെന്തക്കോസ്തൽ ചർച്ചസിന്റെ നേതൃത്വത്തിൽ തന്നെ എനിക്ക് ഷോർട്ട് ടൈം ബൈബിൾ ട്രെയിനിങ്ങും സെമിനാറുകളൊക്കെ നടത്തി എന്നെ എക്വിപ്പ് ചെയ്തതായിരുന്നു അവർ. അന്ന് ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്തൽ ചർച്ചസ് എന്ന് പറയുന്ന ഇറ്റാർസിയിലുള്ള പാസ്റ്റർ കുര്യൻ തോമസ്, അദ്ദേഹം കർത്തൃത്തിൽ വിശ്രമിക്കുന്നു. ആ ചർച്ചിനോട് അഫിലിയേഷനുള്ള ചർച്ചായിരുന്നു ഞാൻ സ്ഥാനപ്പെട്ട ചർച്ച്. അവിടെ നിന്ന് എനിക്ക് ആദ്യം ഉത്തേജനം ലഭിക്കുമായിരുന്നു. ഇറ്റാർസി ഞാൻ കൺവെൻഷൻ പോയിട്ടുണ്ട്. ഇറ്റാർസിയിൽ നിന്ന് പാസ്റ്റർ കുര്യൻ തോമസ് ഞങ്ങളുടെ വീട്ടിൽ ഭൂട്ടാനിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ യോഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് മറ്റ് ഇതര ഭാഷക്കാരോട് സുവിശേഷം പറയുന്നുള്ള ഒരു ഉത്തേജനം നൽകുവാൻ ഇടയായി തീർന്നത് അദ്ദേഹം കാരണമാണ്. അപ്പോ ഞങ്ങൾ ഭൂട്ടാനിലായിരുന്ന സമയങ്ങളിൽ ഞായറാഴ്ച യോഗം കഴിഞ്ഞിട്ട് ഊണും കഴിഞ്ഞിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഭവനം സന്ദർശിക്കുകയും യേശുവിനെ കുറിച്ച് പറയുകയും രോഗികൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരെല്ലാം അങ്ങനെ പലരും അവിടെ മറ്റു ഭാഷക്കാർ ഇടയായി. അങ്ങനെ നേപ്പാളിലും ഹിന്ദിയിലും ഒക്കെ ഞാൻ ഭൂട്ടാനിലായിരിക്കുമ്പോൾ തന്നെ മീറ്റിംഗ് തുടങ്ങിയതായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഒരു എക്സ്പീരിയൻസ് സൗദി അറേബ്യയിൽ വന്നപ്പോൾ ഈ ഹിന്ദി മീറ്റിംഗ് തുടങ്ങുവാൻ എന്നെ ഉത്തേജിപ്പിച്ചു. ഞാൻ പാർക്കുന്ന എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥന യോഗം ആരംഭിച്ചു. അനേക മറ്റ് ഇതര ഭാഷക്കാർ അവിടെ വന്ന് സ്ഥാനപ്പെടുവാനും ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ ആരാധിപ്പാനും ഒക്കെ ഇടയായി. ഇതൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. എനിക്കറിയാൻ വയ്യാത്ത ഭാഷ ദൈവം എന്നെ കൊണ്ട് പഠിപ്പിച്ചു. പല ഭാഷകളിൽ സംസാരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാനതൊന്നും പഠിച്ചിട്ടുള്ള വ്യക്തി അല്ലായിരുന്നു. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ ആ വ്യക്തിയെ കൊണ്ട് തന്നെ കർത്താവ് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലും ദൈവം ഒരു കാര്യം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യുവാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ഏത് വിധത്തിലും ദൈവം അവനെ എക്വിപ്പ് ചെയ്യുകയും അവനെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവമാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഏത് വിധത്തിലും കർത്താവിനെ സേവിപ്പാൻ കിട്ടുന്ന സമയം മുഴുവനും ഞാൻ കർത്താവിന് വേണ്ടി
ചിലടുവാൻ കണ്ണം ഇടയായി തീർന്നു. എന്നെ ഓരോരുത്തർ പല പ്രാവശ്യം എന്നെ കളിയാക്കുവാൻ, നിനക്ക് ഉപദേശ പണി മാത്രമേ ഉള്ളൂ, ഇവിടെ വന്ന് ജോലി ചെയ്യാനല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. സൗദി അറേബ്യ ചെന്നതിന് ശേഷം ജോലി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ മറ്റ് സ്ഥലങ്ങളൊക്കെ ഭവനം സന്ദർശിക്കുകയും ക്യാമ്പുകളിലൊക്കെ ഉപശോഷണം പറയുകയും പ്രാർത്ഥന യോഗം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരുന്നിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് പിന്നെ ബൈബിൾ ക്രെഡൻഷ്യൽ ചർച്ച ബോർഡിൽ കിട്ടുമെന്നൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചുള്ള പരിചരണം വേണമല്ലോ, പരിചയം ഉണ്ടാകണം. അതിനുവേണ്ടി അസംബ്ലി ഓഫ് AG ചർച്ച്, പുലൂരുള്ള ചർച്ചിന്റെ ഒരു എക്സ്റ്റൻഷൻ കോഴ്സ് സൗദി അറേബ്യയിൽ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കോഴ്സിൽ ഞാൻ ചേർന്നു. ബാച്ചലർ ഓഫ് മിനിസ്ട്രി, ബിമിൻ എന്ന് പറയുന്ന ഡിഗ്രി കരസ്ഥമാക്കാനുള്ള കോഴ്സിൽ ചേർന്ന് പഠിച്ചു. ആ കോഴ്സ് പഠിച്ച് 3 വർഷം അത് പഠിക്കണം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയതായ ആ സംവിധാനം, റിയാദിലുള്ളതായ ഒരു ദൈവദാസനാണ് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അദ്ദേഹമാണ് ഞങ്ങളെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ദമാമിലാണ് താമസിക്കുന്നത്, റിയാദിലാണ് അതിന്റെ ഹെഡ് ഓഫീസ്. അവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. സാം എന്ന് പറയുന്ന ദൈവദാസൻ, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അദ്ദേഹം പോലീസിനാൽ പിടിക്കപ്പെടുവാനിടയായി തീർന്നു. അദ്ദേഹത്തെ ഒത്തിരി നാളുകൾ ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ തന്നെ പല ഭാഷയിലുള്ള ബൈബിളും ഒത്തിരി ലഘുലേഖകളും ഒത്തിരി ക്രിസ്ത്യൻ ലിറ്ററേച്ചറുകളൊക്കെ അദ്ദേഹത്തെ പിടിക്കും. ലോറി കണക്കിന് സാധനങ്ങൾ ലോഡ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോയി. ആ സമയത്ത് ആ മനുഷ്യനെ പിടിച്ച് ജയിലിൽ അടച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ഈ ബൈബിൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്ന സമയം ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഞങ്ങളുടെ റെക്കോർഡെല്ലാം ഇവിടെയിലുണ്ട്. അപ്പൊ പോലീസുകാർ അതെല്ലാം പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങളെയും ഉടൻ തന്നെ വന്ന് പിടിക്കപ്പെടും എന്നുള്ള ഒരു ഭയം ഞങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തൽക്കാലം ക്ലാസ് നിർത്തിവെച്ചെങ്കിലും ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ പല ഗ്രൂപ്പുകളായി മാറി. ദമാമിലുള്ള ഗ്രൂപ്പ്, റിയാദിലുള്ള ഗ്രൂപ്പ് മുഴുവനെ സ്റ്റോപ്പായി. പക്ഷെങ്കിൽ ദമാമിലുള്ള ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ സ്റ്റഡി ഗ്രൂപ്പ് ഞങ്ങൾ പല ഗ്രൂപ്പുകളായി. ഒരു ഗ്രൂപ്പിൽ 4 പേര് 5 പേര് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളായി. അങ്ങനെ ഞങ്ങൾ പഠിച്ചു, കണ്ടിന്യൂ ചെയ്തു. ആ ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് എന്നെയാണ് അവരെ നിയുക്തമാക്കിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പായിട്ട് പഠിച്ചു. ഞങ്ങൾ അവിടെ തന്നെ പരീക്ഷ എഴുതി പാസ്സായി. എല്ലാവർക്കും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പിന്നെ പുനലൂർ വന്നിട്ട് AGയുടെ ഓഫീസിൽ നിന്ന് വാങ്ങിപ്പാൻ തക്കനിടയായിരുന്നു. ഞാൻ പറഞ്ഞത്, എത്ര വലിയ പ്രതികൂലങ്ങൾ നേരിട്ടാലും ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ഒരു മനുഷ്യൻ കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രതികൂലത്തിനൊക്കെ മധ്യത്തിൽ, അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഭയപ്പാടോടുകൂടിയാണ് സൗദി അറേബ്യയിലെ നിയമങ്ങളൊക്കെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ അന്ന് സ്വാതന്ത്ര്യമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ഇപ്പോൾ അല്പം കുറച്ചൊക്കെ അവിടെ ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ ആ നാളുകളിൽ ഞങ്ങൾ വളരെ ഭീരുത്വത്തോടെ ആയിരുന്നു കൂടിയവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് യോഗത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ ചെരുപ്പുകളും ഷൂ എല്ലാം ഞങ്ങൾ അകത്ത് എവിടെയെങ്കിലും ഒരു മുറിക്കകത്ത് കയറ്റി വെക്കും. കാരണം പുറത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമല്ലോ, ഇവിടെ ഒത്തിരി ക്രൗഡ് ആകുമല്ലോ എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് റൂമുകളെല്ലാം സൗണ്ട് പ്രൂഫ് ചെയ്ത് വണ്ടികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അവിടെ അടുത്ത് പാർക്ക് ചെയ്താൽ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് ഇല്ലാതെ വരുമ്പോൾ കംപ്ലൈന്റ് വരും. അങ്ങനെ പല കംപ്ലൈന്റ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോലീസിന്റെ ഒരു കണ്ണിൽ ഞങ്ങൾ പെട്ടിരുന്നെങ്കിൽ തന്നെയും അവിടെയൊക്കെ ദൈവം അത്ഭുതമായി ഞങ്ങളെ വിടുവിച്ചു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു പോലീസ് അധികാരിയുടെ കൂടെ ഉള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഗ്രൂപ്പുകൾ എവിടെയൊക്കെ ഉണ്ടെന്നും എവിടെയൊക്കെ ആര് നടത്തുന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ലെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് അല്പം ധൈര്യം ഉണ്ടെങ്കിൽ തന്നെയും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥന നടത്തേണ്ടതായി തീർന്നു. അങ്ങനെ ഏകദേശം 22 വർഷക്കാലം സൗദി അറേബ്യയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ പേരുടെ ബന്ധത്തിലേക്ക് പോകുവാനും പ്രവർത്തിപ്പാനും അനേക പ്രിയപ്പെട്ടവരെ ഇതര ഭാഷക്കാരെ സ്നാനപ്പെടുത്തുവാനും ഏകദേശം 500 ഭാഷകളിലധികം ഈ സുവിശേഷം നിരോധിക്കപ്പെട്ട നാട്ടിൽ ബൈബിൾ കൊടുക്കുവാനൊക്കെ പല ഭാഷകളിൽ ബൈബിൾ ഞങ്ങൾക്ക് ലഭ്യമായി തീരുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ആക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ എനിക്ക് ചർച്ച കൊണ്ട് ക്രെഡൻഷ്യൽ കിട്ടി, ലൈസൻസ് കിട്ടി. അങ്ങനെ ഞാൻ ചർച്ച കൊണ്ട് ഒഫീഷ്യൽ പാസ്റ്ററായിട്ട് തീരുവാനിടയായിരുന്നു. സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു. അങ്ങനെ ദൈവമാക്കുന്ന എല്ലാ ഇടങ്ങളിലും എത്ര പ്രതികൂലങ്ങൾ നേരിട്ടാലും അതിനെല്ലാം മധ്യത്തിൽ യേശുവിന്റെ സ്നേഹം എന്നെ ഒരു കാര്യത്തിലും പുറകോട്ട് വലിക്കുവാൻ ഇടയായി തീർന്നില്ല എന്നുള്ളതാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ലല്ലോ. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൽ നിന്നും കർത്താവ് അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഈ ദൈവസ്നേഹത്തിൽ നിന്നും ഉയരത്തിനോ ആഴത്തിനോ യാതൊരു ശക്തിക്കും എന്നെ വിടുവിപ്പാൻ കഴിയില്ല, ദൈവം എന്നെ സഹായിക്കുന്ന പൂർണ്ണ നിശ്ചയം ഉള്ളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രതികൂലത്തിനെല്ലാം മധ്യത്തിൽ അധികം ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം അടിയനെ സഹായിച്ചു, കുടുംബമായി സഹായിച്ചു. ആ നാളുകളിൽ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാൻ അവർക്ക് ദൈവം സഹായം ഒരുക്കി. മകൻ
അവൻ ബൈബിൾ കോളേജിൽ മണക്കാലിൽ ചേർന്ന് പഠിച്ചു. അതിനുശേഷം അവനിപ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷകനായി ചർച്ചകളുടെ പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കുന്നു. എൻ്റെ മറ്റ് മരുമക്കൾ രണ്ടുപേരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവർ ബാംഗ്ലൂരിലും ചർച്ചിന്റെ മിനിസ്ട്രി ചെയ്യുന്നു. സൈപ്രസിലായിരിക്കുന്ന എൻ്റെ മരുമകൻ, ഏറ്റവും ഇളയ മകളെ വിവാഹം ചെയ്ത വ്യക്തി, അവിടെ അങ്ങനെ കൂട്ടമൊന്നും ഇല്ലാതെ, സഭയോ ആരാധനയോ ഒന്നും ഇല്ലാതിരിക്കുന്ന ആ സ്ഥലത്ത് ഇദ്ദേഹം ചെന്നിട്ട് അവിടെ കൂട്ടായ്മ ആരംഭിച്ചു. ഇപ്പോൾ മറ്റു പല ഭാഷക്കാരും ഈ കൂട്ടായ്മ കടന്നിടയായി. മലയാളി ഗ്രൂപ്പാണ് തുടങ്ങിയതെങ്കിൽ തന്നെയും ഇപ്പോൾ മറ്റ് ഹിന്ദിക്കാരും ശ്രീലങ്കൻസ് ഒക്കെ അവിടെ കൂട്ടായ്മയിൽ ഇടയായി. അവരൊരു ചർച്ച് ഹോളറെ വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ അവിടെ പ്രാർത്ഥന നടത്തുവാൻ ഇടയായി തീരും. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ സകല വിഷയങ്ങളും ദൈവം നമ്മെ സൂക്ഷിക്കും, കരുതും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കൂടെ എന്നെ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ദുഃഖമുള്ളത് എൻ്റെ പിതാവ് മാത്രം ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നില്ല. അദ്ദേഹത്തിന്റെ 65-ാമത്തെ വയസ്സിൽ, ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. അദ്ദേഹം ചെയിൻ സ്മോക്കറായിരുന്നു, തുടർമാനമായിട്ട് സിഗരറ്റ് ബീഡി വലിക്കുന്ന ആള്. അദ്ദേഹത്തിന് ലങ്സിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പോ ഞാൻ പറഞ്ഞത്, എന്റെ പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ മാതാവ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. വളരെ താല്പര്യത്തോടെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ, കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും അവിടെയുള്ള സന്തോഷം കാണുവാൻ, അവരുടെ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ കാണുവാനും അനുഭവിക്കാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ എത്ര അത്ഭുതമായി, അതിശയമായി. ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ ആധിപത്യം തോളിരിക്കുന്നു, സമാധാന പ്രഭു, അവൻ അത്ഭുത മന്ത്രി എന്ന് എഴുതിയിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരോഗ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉള്ളതുപോലെ നമുക്കൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം അത്ഭുത മന്ത്രിയാണ്. അത്ഭുത മന്ത്രി ഉള്ളപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല. അവൻ എല്ലാ കാര്യങ്ങളും അത്ഭുതം ചെയ്യുന്നവനാണ്. ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സൗദി അറേബ്യ പിന്നീട് എനിക്ക് ജോലി മാറിക്കിട്ടി. ഞാൻ ഈ സോഷ്യൽ പ്രവർത്തനം ചെയ്തുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായില്ല. എനിക്ക് വേറെ നല്ല സാലറി ജോലിക്ക് മാറി കിട്ടുവാനിടയായി. അവിടെ ആയിരുന്ന സമയങ്ങളിൽ എൻ്റെ ഇൻക്രിമെന്റ് പല പ്രാവശ്യം മുടക്കുവാൻ തന്നെ എൻ്റെ ബോസ് ശ്രമിച്ചു. എൻ്റെ ബോസിനെ ഞങ്ങളുടെ കോൺഫറൻസിൽ റിപ്പോർട്ട് എഴുതുമ്പോൾ അത് ഞാൻ മോശക്കാരൻ ചിത്രീകരിച്ച് ഒരു പ്രാവശ്യം റിപ്പോർട്ട് എഴുതി. പക്ഷേ അത് പിന്നെ റിപ്പോർട്ട് എഴുതിയ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സൈൻ ചെയ്ത ശേഷമേ ബോസിന്റെ അടുത്ത് പോകത്തുള്ളൂ. അപ്പം വിയന്ന, ഓസ്ട്രേലിയയിലാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. അവിടെ നിന്ന് ഇത് അന്വേഷണം വന്ന് എൻ്റെ റിപ്പോർട്ട് എന്ന് വരുന്നില്ല. ഞാൻ റിപ്പോർട്ട് സൈൻ ചെയ്തത് കാരണം അത് ബയാസ് ആണ്, ഇത് കറക്റ്റ് അല്ല എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ മറ്റ് HR മാനേജർമാരൊക്കെ അറിയിച്ചു. പക്ഷെങ്കിൽ HR മാനേജർ പറഞ്ഞു, എനിക്കിത് അയച്ചേ പറ്റത്തുള്ളൂ, ബയാസ് ആണ്, നീ പറഞ്ഞാൽ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അങ്ങനെ അത് HR മാനേജർ തന്നെ എൻ്റെ റിപ്പോർട്ട് എൻ്റെ കമ്പ്യൂട്ടർ ഞാൻ ചെയ്യാതെ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് സൈൻ ചെയ്ത് വിടുവാനിടയായി തീർന്നു. അതെല്ലാം ഈ VNA ഓഫീസുകാർക്ക് മനസ്സിലാകും, ആരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ആര് ഏത് പാസ്വേഡ് ഉപയോഗിച്ചു എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. ഒടുവിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോൾ ഞാൻ നിരപരാധിയാണെന്നും നല്ല വർക്കറാണെന്നുള്ള ഒത്തിരി റിപ്പോർട്ടുകൾ അന്തർദേശീയ തലത്തിൽ നിന്ന് ഞാൻ വെയർ ഹൗസിന്റെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ അന്വേഷണം ഓരോരുത്തർ വരും. അപ്പോൾ ഏറ്റവും നമ്പർ 1 വെയർ ഹൗസ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് ഇങ്ങനെയുള്ള റിപ്പോർട്ട് എന്താണ് കാണുന്നത് അവർ അന്വേഷിച്ചു വന്നപ്പോൾ ഈ ബോസ് മനഃപൂർവ്വമായിട്ട് എന്നെ തെറ്റിക്കുവാനും എന്നെ അവിടെ നിന്ന് മാറ്റുവാനും വേണ്ടി ശ്രമിച്ചതാണെന്ന് അവർക്ക് ബോധ്യമായി. അപ്പോ ആ ഒരു റിപ്പോർട്ട് ആദ്യ വർഷം എനിക്ക് ഇൻക്രിമെന്റ് ലഭ്യമായി തീർന്നില്ല. ആ മനുഷ്യനെ, എനിക്ക് വിരോധമായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയ മനുഷ്യനെ ഒടുവിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുവാനിടയായി തീർന്നു. എന്നിട്ട് എനിക്ക് അടുത്ത വർഷത്തിൽ ഒരിക്കൽ ഒരു ഇൻക്രിമെന്റ് അവിടെ കിട്ടാറുള്ളൂ. പക്ഷെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം ജനുവരിയിലും അതിനുശേഷം ജൂൺ മാസത്തിലും 2 പ്രാവശ്യം എനിക്ക് ഇൻക്രിമെന്റ് ലഭ്യമായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മുടങ്ങിപ്പോയ ഇൻക്രിമെന്റ് പിന്നീട് എനിക്ക് ലഭിക്കാനിടയായി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അങ്ങനെയൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മിറക്കിൾ. അവൻ അത്ഭുത മന്ത്രിയാണ്. എത്രയോ അത്ഭുതങ്ങൾ യേശു എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ ഒരു സിഗ്നലിൽ ഞങ്ങളുടെ വണ്ടി നിർത്തി. അപ്പൊ സിഗ്നൽ ഓൺ ആയപ്പോൾ മുന്നിലെ വണ്ടി നീങ്ങിയപ്പോൾ ഞങ്ങളുടെ വണ്ടി നീങ്ങി. അപ്പൊ അതിന്റെ മുമ്പിൽ പെട്ടെന്ന് എന്തോ ഒരു തടസ്സം ഉണ്ടായിട്ട് മുമ്പിലത്തെ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ നിർത്തി. പക്ഷെ എന്റെ പുറകിലുള്ള ആള് ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് ശക്തിയായിട്ട് ഇടിച്ചിട്ട് ആ പുറകിൽ വന്ന് ഇടിച്ച വണ്ടിയുടെ റേഡിയേറ്റർ പൊട്ടി, ഹെഡ്ലൈറ്റ് പൊട്ടി, വെള്ളം റോഡിൽ കൂടി ഒലിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ സൗദി അറേബ്യയിൽ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് നോക്കി റിപ്പോർട്ട് എഴുതാതെ അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ആ സ്പോട്ടിൽ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോലീസുകാരൻ വന്നു, റിപ്പോർട്ട് എഴുതി. നോക്കിയപ്പോൾ അവരുടെ വണ്ടി പുറകോട്ട് നോക്കി കഴിഞ്ഞ് ഞാനൊന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഒരു വണ്ടി ഇടിച്ചതായിട്ടൊരു പോറൽ പോലും ഇല്ല. വണ്ടി മുട്ടയിൽ ഒരു പാടെങ്കിലും കാണണ്ടേ, അതുപോലും ഞങ്ങളുടെ വണ്ടിയിലില്ല. പുറകിൽ വന്ന് ഇടിച്ച വണ്ടി മുഴുവൻ ഡാമേജ് ആവുകയും ചെയ്തു. അപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര,
നമ്മുടെ വണ്ടിയിൽ മറ്റു വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ദൂതന്മാർ പാളയം ഇറങ്ങി നമ്മെ വിടുവിച്ചതാണ്. ദൈവത്തിന് ദൂതൻ നമ്മുടെ ഇടയ്ക്ക് വന്ന് നിന്നതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ ഒരു പാടുപോലും ഉണ്ടായില്ലല്ലോ എന്ന് പറയാൻ ഇടയായി തീർന്നു. പറഞ്ഞത് ദൈവം അങ്ങനെ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പല അപകടങ്ങളും ദൈവം വിടുവിച്ചിട്ടുണ്ട്. അനർത്ഥങ്ങൾ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. ജോലിയിൽ പിരിഞ്ഞു പോകേണ്ട സ്ഥലത്ത് ദൈവം അത്ഭുതമായി വിടുവിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി ഞാൻ ജോലി ഒരു സൗദി നാഷണൽ കമ്പനിയിലായിരുന്നു, മൾട്ടി നാഷണൽ കമ്പനിക്ക് മുമ്പേ. അവിടെ കമ്പനിയുടെ മാനേജർ എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു എന്തോ തെറ്റിദ്ധാരണ മുമ്പിൽ എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നെ ഓഫീസിൽ നിന്ന് മാറ്റി വേറൊരു ഓഫീസിൽ കൊണ്ടിരുത്തി വെറുതെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പേരിൽ എന്തോ ബാഡ് റിമാർക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാകും എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ആ നാളുകളിൽ ഞാൻ ശക്തമായിട്ട് ദൈവത്തിന് നിലകൊള്ളുകയും 7 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നിരുന്നു. 7-ാം ദിവസം എനിക്ക് വേണ്ടി ആര് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ച സൗദി നാഷണൽ എന്റെ ബോസാണ്, കമ്പനി മാനേജറാണ്, അദ്ദേഹത്തെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഇനി ഞാൻ അവിടെ തുറന്ന് ജോലി അവന് സഹായിച്ചു. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തെ ഒരു മനുഷ്യൻ ദൈവത്തെ മാനിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ യാതൊരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ തൊടാൻ പറ്റത്തില്ല. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. നമുക്ക് വേണ്ടി ഏത് തരത്തിലും പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവ സാന്നിധ്യം എല്ലാ ഇടങ്ങളിലും ദൈവം എനിക്ക് നൽകുവാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ ഈ കൊറോണ ആരംഭിക്കുന്ന സമയം ഞാൻ അവന്റെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ജോലി റിസൈൻ ചെയ്തില്ല. അവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലി തുടർന്നു പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ കൂട്ടായ്മയും യോഗവും ഒക്കെ എൻ്റെ വീട്ടിൽ നടക്കുന്നത് കൊണ്ട് തുടർന്ന് ഞാൻ വേറെ ഒരു സ്പോൺസർഷിപ്പിലേക്ക് എൻ്റെ വിസ മാറി അവിടെ തുടർന്ന് നിൽക്കുവാനിടയായി. അപ്പോൾ ഒരു ചെറിയ ശമ്പളത്തിന് ഞാൻ ചേർന്ന്, കാരണം നമുക്ക് മെയിൻ ചർച്ച നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കൊറോണ തുടങ്ങി. ആ സമയത്ത് തന്നെ അവധിക്ക് നാട്ടിൽ വന്ന് പിന്നെ കൊറോണ എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയി തിരിച്ചു പോകാൻ പറ്റാതെ വന്നു. പക്ഷെങ്കിൽ ആ മീറ്റിങ്ങുകൾ അന്ന് ലോക്ക്ഡൗൺ ഓൺലൈനിൽ കൂടെ ഞങ്ങൾ സൂം മീറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടേയിരുന്നിരുന്നു. അതിനുശേഷം എൻ്റെ വിസ തീർന്നു, തിരിച്ചു പോകാൻ പറ്റാതെ വന്നപ്പോൾ ഓൺലൈനിൽ കൂടെ ആ മീറ്റിംഗ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നടത്തുമായിരുന്നു. എൻ്റെ റൂമിൽ തന്നെയായിരുന്നു. എൻ്റെ വീട് എൻ്റെ പേരിൽ തന്നെയായിരുന്നു. എൻ്റെ വണ്ടി എൻ്റെ പേരിലായിരുന്നു. ഇതെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ വീണ്ടും സൗദി അറേബ്യയിൽ പോയിട്ട് ആ കൂട്ടായ്മയിൽ ചെന്ന് എൻ്റെ വീടെല്ലാം എൻ്റെ പേരിൽ നിന്ന് മാറ്റി വേറൊരു വീടെടുക്കാനിടയായി. ആ വീട് ഇപ്പോൾ അന്ന് ഞാൻ ഉള്ളതിനേക്കാൾ അധികം പേർ ഇപ്പോൾ ആ ദേശത്ത് ദൈവത്തെ ആരാധിപ്പാൻ കൂടുവാനിടയായി തീർന്നു. ഇപ്പോഴും അവരെന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ അന്ന് ആരംഭിച്ച ഹിന്ദിക്കാരുടെ മീറ്റിംഗ്, പാകിസ്ഥാനി ഗ്രൂപ്പ്, ഇന്ന് അധികം പേര് പിന്നെയും അവിടെ കടന്നുകളിടയായി തീർന്നു. ശക്തമായി ആ മീറ്റിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രത്തോളം ദൈവം നടത്തിയത്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യുവാൻ തീരുമാനിച്ചാൽ നീ മുന്നോട്ടിറങ്ങിയാൽ ദൈവം നിന്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള വലിയ ഒരു സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ദൈവം പല ആവർത്തി എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ആമേൻ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്. അങ്ങനെ വിശ്വാസത്തിൽ ഇറങ്ങിയ നാൾ മുതൽ ഭവനത്തിൽ നിന്നായാലും മറ്റിടങ്ങളിലൊക്കെയും വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടേയിരുന്നിരുന്നു. ഞാന് മർത്തോമാക്കാരനായിട്ടാണ് നാട് വിട്ടതെങ്കിലും വിശ്വാസിയായിട്ട് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ മർത്തോമ സഭയിൽ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയ സ്നേഹിതന്മാരൊക്കെ വന്നിട്ട് എന്നെ കളിയാക്കുകയും ഒത്തിരി എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ടതായി. കാരണം അവരെന്നെ യാത്ര അയച്ച് എന്നെ വിട്ടതാണ്, എനിക്ക് ഗിഫ്റ്റൊക്കെ തന്ന് വിട്ടതാണ്, നീ നന്ദിയേട് കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി ഇൻസൾട്ട് ചെയ്യാനൊക്കെ ഇടയായി. അപ്പോൾ ഞാൻ ആരാണെന്നുള്ളത് ഇവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവരോട് തന്നെ എൻ്റെ സുവിശേഷം ഞാൻ ആരാണെന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് താല്പര്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ മർത്തോമാ സഭയിൽ അവധിക്ക് വന്ന സമയം പറഞ്ഞ് നിങ്ങളുടെ ചർച്ചിൽ ഞാൻ വരും. അപ്പൊ അവർക്ക് സന്തോഷമായി, ഇവൻ തിരിച്ചു വന്നല്ലോ എന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നത്, എനിക്കറിയാം ഞാൻ യുവജന സെക്രട്ടറി ആയിരുന്ന സമയങ്ങളിൽ അവിടെ വരുന്നവർക്ക് സാക്ഷ്യം പറഞ്ഞ സമയം കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് സാക്ഷ്യം പറയാം, സഭായോഗത്തിന് അല്ലെങ്കിൽ മർത്തോമായുടെ ആരാധനാ യോഗത്തിന് സാക്ഷ്യം ഇല്ലെങ്കിലും യുവജന സെക്രട്ടറിന്റെ മീറ്റിംഗിൽ സാക്ഷ്യം പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ആ മീറ്റിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കടന്നു ചെന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ സഖ്യത്തിന് കൂടിയ സമയത്ത് ഞാൻ അവിടെ ചെന്ന് എനിക്ക് വേണ്ടി സാക്ഷ്യത്തിന് സമയം തന്നു. ആ സമയത്ത് ഞാൻ മുമ്പ് ഇവിടെ ആയിരുന്നപ്പോൾ ആരായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ ആരായിരിക്കുന്നെന്നും ഈ വ്യത്യാസം എന്നാണെന്ന് വളരെ വ്യക്തമായി അവരോട് പറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ആത്മീകനാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിലും ഞാൻ വാസ്തവമായി എൻ്റെ ജീവിതത്തിൽ ദൈവമില്ലായിരുന്നു. യേശു ഇല്ലാത്ത ഒരു ആത്മീകൻ, വെറും ചട്ടക്കൂടുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ആരാധനാ ക്രമങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു കൂട്ടമൻ. എന്നാൽ ഇന്ന് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ വിശ്വാസ സ്നാനം പ്രാപിച്ചു. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്നു. അത് നിങ്ങളുടെ സഭയിൽ വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? തന്നെയുമല്ല, സ്ഥാനപ്പെട്ടവരെ നിങ്ങൾ മുടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിയിൽ മാറിയത് കൊണ്ട് ഇനി മേലിൽ നിങ്ങളുടെ ചർച്ചിൽ വരാൻ എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് അന്ന് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ മർത്തോമാ സഭയിൽ വിടുവാൻ ഇടയായി തീർന്നു.
അതും അവർക്ക് ഒരു ആഘാതമേറ്റു. കാരണം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്നും പെന്തക്കോസ്ത് വിശ്വാസിയെ മാറുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കത് ഒത്തിരി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അതും എനിക്ക് ഞാനായിരുന്ന സഭയിൽ ഒരു സാക്ഷ്യമായി തീരുവാൻ തക്കണം ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ അവരിപ്പോൾ എന്നെ സ്നേഹന്മാരൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഞാൻ ഈ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽ കടന്നു വരുവാൻ തക്കണം ഇടയായി തീർന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കണം. അന്ന് മുതൽ ഞാൻ സഭയിൽ ഞങ്ങളുടെ പെരുന്നാളിൽ നിന്ന് ഞാൻ എൻ്റെ മാതൃസഭ ഇവിടെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് വടശ്ശേരിക്കര കണ്ണാമ്പാലം ചർച്ചിൽ കുറെ നാളത്തേക്ക് അവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ മുളക്കോട്ടിൽ നിന്നും ഏർപ്പെടുത്തി. അങ്ങനെ ആയിരിക്കും സമയത്താണ് അവിടെയുള്ള സഭാവിശ്വാസിയാണ് ടി ജി കോശിയൊക്കെ എന്നെ ഞാനിവിടെ പരിചയപ്പെടേണ്ടതായി തീർന്നു. അങ്ങനെയാണ് സിസ്റ്റർ സഹോദരി ടി ജി കോശിയാണ് എന്നെ ഈ അരോമ ടി വിക്ക് പരിചയപ്പെടുത്തുന്നിടയായി തീർന്നത്. അവിടെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അനേക വിശ്വാസമുള്ള സഭയിൽ കടന്നു വരാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ ചർച്ച കൂട നിയമം അനുസരിച്ച് 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചർച്ച ബോർഡിലെ ഒരു പാസ്റ്ററായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചർച്ചിന്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വിശ്രമിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് വിശ്രമമില്ല. ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ലോക്ക്ഡൌൺ തീർന്നു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു എനിക്ക് ഹിന്ദിയിലും നേപ്പാളി ബംഗാളിലൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ, വടക്കിൻ്റെ എവിടെയെങ്കിലും പോയി സുവിശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്ന സമയത്ത് ദൈവാത്മാവോട് സംസാരിച്ച് എന്നോട് പറഞ്ഞത്, നീ ഇന്നലെ അങ്ങോട്ട് പോന്നേ, ഇവിടെ നിന്റെ നാട്ടിൽ തന്നെ ഇവരെല്ലാവരും ഉണ്ടല്ലോ. അവിടെ ചെന്ന ബംഗാളിൽ ചെന്നാൽ അവിടെ ബംഗാളി മാത്രമേ ഉള്ളൂ, ബീഹാറിൽ ചെന്നാൽ ബീഹാറി മാത്രമേ ഉള്ളൂ, ഒറീസ ചെന്നാൽ ഒറീസക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒറീസയും ബംഗാളിയും ബീഹാറിയും നേപ്പാളിലും ഒന്നിച്ചുള്ള സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ദൈവാത്മാവ് ഇടപെട്ട കാരണമായി ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ചെന്നിട്ട് അവിടെ ഒരു ഇന്ത്യക്കാരുടെ മീറ്റിംഗ് ആരംഭിപ്പാൻ്റെ കൊണ്ട് ദൈവം എന്നെ സഹായിച്ചു. അവിടെ പലരും വന്ന് സ്നാനപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. പല ഭാഷക്കാർ, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, നേപ്പാൾ, ബംഗാൾ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ അനേക സഹോദരങ്ങൾ കുടുംബസമേതമൊക്കെ വന്ന് സംബന്ധിക്കുന്ന ഒരു കൂട്ടം ഇപ്പോൾ കോന്നിയിലുണ്ട്. ഈ കൂട്ടത്തെ ഓർത്ത് എന്നെ കേൾക്കുന്ന ഈ അരോമാറ്റിയുടെ പ്രേക്ഷകർ ഈ കൂട്ടത്തെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം നാട്ടുകാരുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് ഒട്ടും അറിയാത്തവരുടെ ഇടയിൽ സുവിശേഷ വില ചെയ്യുന്ന വളരെ കഠിന പ്രയത്നം ചെയ്തെങ്കിലേ സാധ്യമായി തീരുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു പെന്തക്കോസ്ത് വന്നു കഴിഞ്ഞാൽ അവനെ കൂടെ യേശുവിനെ കുറിച്ച് ഞാൻ അറിയാം. പക്ഷെ ഇവർ യേശു ആരാണെന്ന് അറിയത്തില്ല. ആദ്യം തൊട്ട് മുതലേ ഇവരെ പഠിപ്പിച്ച് വേദവസം പഠിപ്പിക്കണം. ബൈബിളിന്റെ ഇൻഡെക്സ് അറിയത്തില്ല, വേദവസം എടുത്ത് വായിക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ള വളരെ കഠിന പ്രയത്നം ചെയ്തെങ്കിലേ അവരെ ഒരു എക്യുപ്പ് ആക്കുവാൻ പറ്റുകയുള്ളൂ. അവരിതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തെങ്കിൽ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അശക്തനാണെങ്കിൽ തന്നെ കർത്താവിന്റെ കൃപ എന്നിൽ പകരുമ്പോൾ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം കർത്താവിനെ നിലകൊള്ളുവാൻ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. എത്ര നാൾ ഭൂമിയിൽ ദൈവം കർത്താവിനെ ആക്കുന്നു അത്ര നാളും അന്ന് നാൾ വരെ യേശുവിനെ പ്രസംഗിക്കണം, ആത്മാക്കളെ നേടണം. ഈ നാട്ടിൽ എന്തൊക്കെ നേടിയാലും അതൊക്കെ ചില കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കുള്ള വസ്തുവോ എനിക്കുള്ള ഭവനമോ എനിക്കുള്ള വാഹനമോ കർത്താവ് എന്ത് തന്നാലും അത് ദൈവത്തിന് വേണ്ടി ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ വാഹനം ദൈവമകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. സൗദിയിലായിരുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത് ദൈവം തന്ന വണ്ടിയാണ്, എൻ്റെ വണ്ടിയല്ല. ഭവനം എൻ്റേതല്ല, ദൈവം തന്നതാണ്. വസ്തു എൻ്റേതല്ല, ഇതെല്ലാം കർത്താവിന്റെ വകയാണ്. അപ്പൊ കർത്താവിന് വേണ്ടിയാണല്ലോ ദൈവം ഇതൊക്കെ തരുന്നത്. അപ്പൊ ആ ഒരു ചിന്ത എന്നെ ഭരിക്കുന്നത് കൊണ്ട് ആമേൻ, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാനും എൻ്റെ സ്വത്തും എൻ്റെ ഭവനവും എൻ്റെ കുഞ്ഞുങ്ങളും അതിനുള്ള സന്നദ്ധരാണ്. അങ്ങനെയുള്ള ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയവർക്ക് അത് ചെയ്യുവാൻ കഴിയുള്ളൂ. എന്നാൽ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പേർക്ക് സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് പെന്തക്കോസ്തുകൾ മാറിയിരിക്കുന്നു. എന്നാൽ അവിടെയെല്ലാം മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. യേശു വരാറായി. യേശു വരുമ്പോൾ തന്നോടൊപ്പം കടന്നു പോകുവാനാണ് നമ്മുടെ ഏറ്റവും നാം ആഗ്രഹിക്കുന്ന ഏക കാര്യം. നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചു എന്നുള്ളതല്ല, എത്ര ആത്മാക്കളെ നേടി എന്നുള്ളതാണ് കർത്താവ് കണക്കിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞങ്ങളുടെ സഭയിലൊക്കെ പറയാറുണ്ട്, നമുക്കിവിടെ സ്വത്ത് സ്വരൂപിച്ചിട്ട് കാര്യമില്ല, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം. ഒരു യേശു നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് കമന്ന് വീണു, കർത്താവേ നിത്യജീവൻ പ്രാപിപ്പാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മോശ പറഞ്ഞ പ്രമാണമൊക്കെ അനുസരിക്കണം, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയമ്മയും ബഹുമാനിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പകാലം മുതലേ ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ അധികം സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു യേശു അധികം സ്നേഹിച്ചപ്പോ കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. അപ്പം അധികം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലെ യേശു കുറവ് കാണിച്ചു കൊടുക്കും. യേശു പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്,
നിന്റെ കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമില്ല എന്നൊരു കുറവാണ്. അപ്പൊ കർത്താവ് നോക്കുന്നത് നമുക്കിവിടെ സ്റ്റേറ്റ് ബാങ്കിൽ എത്ര രൂപയുണ്ട്, ഫെഡറൽ ബാങ്കിൽ എത്ര പൈസയുണ്ട്, ICICI ബാങ്കിൽ എത്ര രൂപയുണ്ട് എന്ന് സ്വർഗത്തിൽ ആരും നോക്കാറില്ല. സ്വർഗത്തിൽ എത്ര നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചിലവിടുന്നത്, ദരിദ്രർക്ക് വേണ്ടി കൊടുക്കുന്നത്, പാവം പിടിച്ച സഹായിക്കുന്നത് എല്ലാം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുന്നതാണ്. ഈ ഭൂമിയിൽ നമുക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് ഭൂമിയുള്ള സ്വത്തും ഭൂമിയിലുള്ള ഭവനവും ഭൂമിയിലുള്ള വാഹനവും എല്ലാം ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം പ്രതിഫലം അവിടെ കാണുവാൻ തക്കണം ഇടയായിത്തീരും. ആ ഒരു ചിന്താഭാരം എന്നെ ഭരിക്കുന്നത് കൊണ്ട് എനിക്കിവിടെയുള്ള വാഹനമോ ഭവനമോ അല്ലെങ്കിൽ ഇവിടെയുള്ള തലമുറകളോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും ഒരു വിഷയമല്ല. എനിക്ക് വിഷയം ആത്മാക്കളെ നേടണം, കർത്താവിന് വേണ്ടി ജീവൻ പോകുന്നവരെ പ്രസംഗിക്കണം, യേശുവിനെ അറിയിക്കണം. അനേകർ കർത്താവിനെ കണ്ടിട്ടില്ലാത്ത കാണുവാൻ ഇടയായിത്തീരണം. അങ്ങനെ ശക്തമായി കർത്താവ് എവിടെയെല്ലാം അയക്കുന്നു അവിടെയെല്ലാം പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിനെ പ്രസംഗിക്കാനുമാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ, സ്വത്തുവിന് വേണ്ടിയാണ് കർത്താവിനെ പിൻപറ്റുന്ന പലരും. യേശുക്രിസ്തു ദേവാലയത്തിൽ വന്നപ്പോൾ അവിടെ വാങ്ങുന്നവരും വിൽക്കുന്നവരെ കണ്ടിട്ട് അവരെല്ലാം അടിച്ചു പുറത്താക്കി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് എഴുതിയിരിക്കുന്നു. നമ്മളിന്ന് ആടിനെയും കാളയെയും പ്രാവനെയും ഒന്നും നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ തന്നെയും നമ്മളെല്ലാം ഒരു ട്രെയിനിങ് സെന്റർ ആക്കി മാറ്റിയിരിക്കുകയാണ് ആരാധന ആലയം. പ്രൈസ് കാര്യസാധ്യത്തിന് വേണ്ടി ആണ് ആലയത്തിൽ വരുന്നെങ്കിൽ അതൊരു ട്രേഡിംഗ് ആണ്. അത് എനിക്ക് ഇന്നത് ഞാൻ ചെയ്യുമ്പോൾ ഇന്നത് എനിക്ക് കിട്ടും, ഇന്നത് ചെയ്യുമ്പോൾ ഇന്നത് കിട്ടും. അങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നതും അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്നത് കൊണ്ട് ആ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ഇടയായിത്തീരണം. നമ്മുടെ ആരാധനാലയം വെറും ട്രേഡിംഗ് സെന്ററായി അല്ലെങ്കിൽ ബിസിനസ് സെന്ററാക്കി മാറ്റുന്ന ആലയത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ളതും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കട്ടെ. ആമേൻ. അങ്ങനെ കർത്താവിനെ സേവിപ്പാനും കർത്താവിനെ പിൻപറ്റുവാനും അതിനനുസരിച്ച് ജീവിക്കാനും അന്ത്യത്തോളം നിലനിൽക്കുവാനും ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവമക്കളുടെ അല്ലെങ്കിൽ സഹകരണവും ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ സ്വാർത്ഥത മനസ്സില്ലാതെ, അധികാരമോഹമില്ലാതെ, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സുവിശേഷ വില ചെയ്യുന്നവർ അവിടെ ഒന്നും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ കർത്താവിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി ഒരു ലാഭേച്ഛ കൂടാതെ കർത്താവിന് നിലകൊള്ളുവാൻ ദൈവത്തിന് തന്നെ തീരുമാനമെടുത്താൽ ദൈവം ഒരു കാലത്തിന് ലജ്ജിപ്പാൻ ഇടവരുത്തുകയില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ തന്നെയും എന്നെ ഒരു വിഷയത്തിലും ഞാൻ പിന്നോക്കം പോകാനോ ലജ്ജിപ്പാനോ ഈ ലോകത്തിന്റെ ആൾക്കാർ നോക്കുമ്പോൾ ഒന്നുമില്ലാത്തവനാണല്ലോ എന്ന് പറയുവാനൊന്നും ഇടയായിട്ടില്ല. ഇന്ന് എൻ്റെ ദൈവസ്ഥലം വിശ്രമിക്കുന്ന എൻ്റെ അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്നവൻ പച്ചവെള്ളം കുടിച്ചായാലും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭവനത്തിലെ ഏറ്റവും മാന്യമായ രീതിയിൽ ജീവിതം നയിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും കർത്തുവേലയും അതായിരിക്കണം ഒരു ദൈവ ജീവിതത്തിൽ. അതിന് ഉപദേശന്മാരാകണമെന്നോ ഫാസ്റ്റർ ആകണമെന്നൊന്നുമില്ല. ഒരു വിശ്വാസിയെ കൊണ്ടും ദൈവത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഞാനൊരു സാധാ വിശ്വാസിയായിരുന്നു. എനിക്ക് യോഗം നടത്താൻ അറിയത്തില്ല. ഞാൻ ബന്ധുക്കോസ് കോളത്തിൽ പോയിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായി ഭൂട്ടാനിൽ ചെന്നപ്പോഴാണ് ബന്ധുക്കോസുകാരെ കാണുന്നത് തന്നെ, എന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം എന്നെ ഓരോന്നോരോന്നായി പടിപടിയായി പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചത് കൊണ്ട് ദൈവം അത്ഭുതമായി എന്നെ ആക്കിയ എല്ലായിടങ്ങളും കർത്താവിനെ ഉപയോഗിച്ചു. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ, ഏകാഗ്രതയോടെ, പരമാർത്ഥതയോടെ, ഹൃദയവിശുദ്ധിയോടെ ദൈവത്തെ പിൻപറ്റുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ഒരു വിഷയത്തിലും ലജ്ജിപ്പാൻ ദൈവം ഇടവരുത്തുകയില്ല എന്നുള്ളത് മാത്രമല്ല, അവനെ അത്ഭുതം ചെയ്യുവാൻ ദൈവം കരങ്ങളെടുക്കും എന്നുള്ള വളരെ പ്രാഗൽഭ്യത്തോടെ എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് അത് വെളിപ്പെടുത്തുവാൻ കഴിയും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ലോകത്തിന് ഇമ്പങ്ങളോ മോഹങ്ങളോ അല്ലെങ്കിൽ കസേരയോ അല്ലെങ്കിൽ ആധിപത്യം ഒന്നുമല്ല. കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടുവാൻ നമ്മുടെ തീരും. നമ്മുടെ സകല വിഷയങ്ങളും അറിയുന്നവൻ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും, നമ്മുടെ കുടുംബകാര്യങ്ങളും, നമ്മുടെ ഭവനത്തിലെ വിഷയങ്ങൾ സകലത്തിലും ദൈവം ഇടപെട്ട് എല്ലാം വളരെ മാന്യമായ രീതിയിൽ ചെയ്യുവാൻ, മാന്യമായി ദൈവത്തെ പിൻപറ്റുന്നവനെ ദൈവം മാന്യമായി ഭൂമിയിലും സൂക്ഷിക്കും. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാൻ ലോകത്തിലും അവന് മഹിമയുടെ സാക്ഷിയായി ദൈവം ഉയർത്തുന്ന ആ വലിയ സന്തോഷവും ആ വലിയ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്നും കത്തുവേലയിലാക്കുന്ന എല്ലാ ഇടങ്ങളും യേശുവിനെ ഉയർത്തുവാൻ ഇടയായിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ മലയാളികൾ കർത്താവിന്റെ വേല ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ആരും മലയാളികൾ ആരും രക്ഷിക്കപ്പെട്ടു വരുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട്
ഇതര ഭാഷക്കാരുടെ ഇടയിൽ ആരെങ്കിലും അതുകൊണ്ട് സുവിശേഷം പറയാതിരിക്കുന്നില്ല. എല്ലാ ഇടങ്ങളിലും യേശുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കും. എൻ്റെ അയൽപക്കത്തുള്ളവരോടും എൻ്റെ സ്നേഹന്മാരോടും എന്നെ കാണുന്നവരും കേൾക്കുന്നവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുവാൻ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം യേശു അല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും ജീവിതത്തിൽ ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. യേശു ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് യേശുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം ആമേൻ ദൈവം ഇത്രത്തോളം എന്നെ സഹായിച്ചു തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ സാക്ഷ്യം അറിയിപ്പാൻ തക്കണം എനിക്ക് വേണ്ടി സാവകാശം ഒരുക്കിയതായ ആമേൻ അരോമ ടിവിയിൽ കഥാനദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുകളെ ഓർത്ത് ഞാൻ കഥാനെ സ്തുതിക്കുന്നു. താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനേക പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തുടർന്നും കത്തുകളിൽ വർദ്ധിച്ചു ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഈ സമയത്തെ വേർതിരിച്ച കർത്താവിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു. പിന്നെ ഈ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സഹായിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച് അരോമ ടിവിയിൽ കൂടെ പ്രേക്ഷകരെ അറിയിക്കുവാൻ തക്കണം ദൈവം സവാശം ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ഈ അരോമ ടിവിയുടെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾ, പ്രൈസ് ദി ലോർഡ്, മറ്റവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കുടുംബമായവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹമായി തീരുവാൻ, കേൾക്കുന്നവർ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. തുടർന്നും കർത്താനാമത്തെ ഉയർത്തുവാൻ അക്കുന്നില്ല ഇടയിൽ യേശുവിനെ സാക്ഷ്യം വഹിപ്പാൻ കൃപ ചെയ്യണമേ. അതിന് മുറ്റുമാ സമർപ്പിക്കുന്നു. പ്രാർത്ഥകരുടെ സ്തോത്രം യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണം. സ്വർഗ്ഗപിതാവേ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യു അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പങ്കുവയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ച ദൈവകൃത്തിനുള്ളതായ നന്ദി കടപ്പാടുത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ല ഒരു ക്രൈസ്തവ പാരമ്പര്യം ജീവിതത്തിൽ ഉണ്ടാകുവാനും അതേ തുടർന്ന് ജീവിതത്തിൽ ഉണ്ടായ വളർച്ചാ ഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും വചനത്തിലേക്കും കർത്താവിൻ്റെ കൽപ്പനയിലേക്കും കൂടുതലായി അടുത്തു വന്ന് അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാനും ദൈവം അവസരങ്ങളെ ഒരുക്കി. പ്രത്യേകിച്ച് ഭൂട്ടാനിലും സൗദി അറേബ്യയിലും മറ്റ് ഇതര സ്ഥലങ്ങളിലുമൊക്കെ സഞ്ചരിച്ച് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുകയും ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവുമായുള്ള കൂട്ടായ്മ തുടരുവാനും ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കിയല്ലോ. കിട്ടിയ അവസരങ്ങളൊക്കെ സുവിശേഷം പറയുവാൻ, കിട്ടിയ അവസരങ്ങളൊക്കെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. ഇന്നും അതിൽ ഒട്ടും ഭംഗം വരാതെ വളരെ ശക്തമായി ഈ ശുശ്രൂഷയിൽ നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടുകൂടി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഇനി ഏറെ വേദികളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുകൊള്ളാകുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com